നമ്മുടെ പൃഥ്വിരാജ് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. പൃഥ്വിരാജ് ഒരു ഇലുമിനാറ്റി എന്നൊക്കെ പലരും പറയുന്നുണ്ട്. അതായത് 10 വർഷം മുമ്പേ പറഞ്ഞ കാര്യങ്ങളൊക്കെ അദ്ദേഹം ഇപ്പോൾ ചെയ്യുന്നു. സോ ആ ഒരു കാര്യം അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയാൻ നമുക്ക് എല്ലാവർക്കും അറിയാം, താൻ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടാണ് താൻ ആ ഒരു രീതിയിൽ, അതായത് താൻ എന്താണോ ആഗ്രഹിച്ചത് അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്തു, അതുകൊണ്ട് തന്നെ ഈ ഒരു നില എത്തി എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതിൽ പ്രത്യേകിച്ച് ഇലുമിനാറ്റി മറ്റുള്ള കാര്യങ്ങളൊന്നും ഇല്ലെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് താൻ മാത്രമല്ല ഇങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യുന്നത്. ദുൽഖർ സൽമാനും ഫഹദ് ഫാസിലും ഒക്കെ വളരെ നല്ല രീതിയിൽ തന്നെ ഹാർഡ് വർക്ക് ചെയ്യുന്ന വ്യക്തികളാണ്. അവരുടെ കാര്യം ഞാൻ എടുത്തു പറയാനുള്ള കാരണം എന്ന് പറയുന്നത് തൻ്റെ സുഹൃത്തുക്കളാണ്, കൂലായിട്ട് തനിക്കറിയാം, അതുകൊണ്ടാണ് അവരുടെ പേര് തന്നെ എടുത്തു പറഞ്ഞതെന്ന് നമ്മുടെ പൃഥ്വിരാജ് പറയുന്നുണ്ട്. ദുൽഖർ സൽമാനെ കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു ഹാർഡ് വർക്ക് ചെയ്യാത്തൊരു വ്യക്തിയാണെന്ന് നമുക്ക് തോന്നുന്നു അദ്ദേഹത്തെ കാണുമ്പോൾ. പക്ഷേ പൃഥ്വിരാജ് പറയുന്നുണ്ട് അങ്ങനെയൊന്നുമല്ല, അദ്ദേഹം വളരെ നന്നായി തന്നെ ഹാർഡ് വർക്ക് അത് കഷ്ടപ്പെടാറുണ്ട് തൻ്റെ പ്രോജക്ട്സിനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ. അതുപോലെ തന്നെയാണ് ഫഹദ് ഫാസിൽ നിന്നും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. പിന്നെ അദ്ദേഹം പറയുന്നുണ്ട് അത് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തുക എന്ന് പറയുന്നത് എളുപ്പമുള്ളൊരു കാര്യമാണ്, പക്ഷേ അവിടെ നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും പാടുപെട്ടൊരു കാര്യം. സോ അതിനുവേണ്ടിയാണ് താനിപ്പോൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പൃഥ്വിരാജ് എടുത്തു പറയുന്നുണ്ട്. ഇനി അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് തൃശ്ശയുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ്. അതായത് തൃശ്ശയെക്കുറിച്ച് സുചിത്ര എന്ന് പറയുന്ന ഒരു ഗായിക, തമിഴ് ഗായിക പറഞ്ഞൊരു കാര്യമാണ്. അതായത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്. അതായത് അവർ പറഞ്ഞ ഇങ്ങനെയാണ്, അത് തൃശ്ശ ഒരു ബ്ലഡ് കുടിക്കുന്ന അട്ടയാണെന്നാണ്, ഇത് ചോര കുടിക്കുന്ന അട്ടയാണെന്നാണ് ഇപ്പോൾ ആ ഒരു സുചിത്ര എന്ന് പറയുന്ന ആ ഒരു ഗായിക പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം തൃശ്ശയും വിജയുമായിട്ട് ബന്ധപ്പെട്ട കുറേ പിക്ചേഴ്സൊക്കെ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പലരും പറയുന്നു തൃശ്ശയും അതുപോലെ തന്നെ വിജയും റിലേഷൻഷിപ്പാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുകയായിരുന്നു ഒരു സുചിത്ര എന്ന് പറയുന്ന വ്യക്തി. അവർ വളരെ മോശമായിട്ടാണ് തൃശ്ശയെക്കുറിച്ച് സംസാരിച്ചിരിക്കുന്നത്. അതായത് തൃശ്ശയെ തനിക്കറിയാം, തൃശ്ശ ചോര കുടിക്കുന്ന ഒരു അട്ടയാണ്, പക്ഷേ വിജയ് പാവം പിടിച്ചൊരു വ്യക്തിയാണ്, അദ്ദേഹത്തിനൊന്നും അറിയില്ല, അദ്ദേഹം തൃശ്ശയുടെ ട്രാപ്പിൽ ചെന്ന് ചാടാൻ സാധ്യതയുണ്ട് എന്നൊക്കെയാണ് സുചിത്ര പറയുന്നത്. എനിക്ക് തോന്നുന്നു ഈ തൃശ്ശ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി സുചിത്രയുമായിട്ട് എന്തോ ശത്രുതയുണ്ടെന്ന് തോന്നുന്നു, അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ പറയാനുള്ള കാരണം. എന്തായാലും നമ്മുടെ MGRും അതുപോലെ തന്നെ ജയലളിതയൊക്കെ ആയിട്ട് കണക്ട് ചെയ്ത് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്, അതൊന്നും ഇവിടെ പറയാൻ പറ്റത്തില്ല. സോ എന്തായാലും ഈ ഒരു വീഡിയോ ഇത്രയുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ ഇഷ്ടപ്പെട്ട തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.